ഹലോ ഗൈസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻസിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇന്നെന്ന് വെച്ചാൽ അടുത്ത 3 വീഡിയോയിൽ ചെയ്യാൻ പോണത് പ്രാക്ടീസ് ടെസ്റ്റാണ്. അതായത് ഇത് വരയ്ക്കാനുള്ള ടൂള് മാത്രം പഠിച്ചാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ വരച്ചു നോക്കിയാൽ മാത്രമല്ല നമുക്കിത് ഒന്ന് സെറ്റായി വരും ടൂൾസൊക്കെ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു 3 വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വീഡിയോസ്, ഫോട്ടോസ്, എന്താ പറയുക, അതായത് കുറച്ച് ഡിസൈൻസ് ഞാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞുള്ളൊരു വീഡിയോയിലിടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തിട്ട് അയച്ചു തരുവാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഒരു ന്യൂ ഫയൽ എടുത്തു, പാർട്സ് എടുത്തു. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഏത് പ്ലെയിനിലാണ് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മൾ വരയ്ക്കാൻ പോണത് എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോണത്, ഇതാണ് നമ്മൾ ഡിസൈൻ, ഈ സാധനമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, ഇതിൽ പോവാം. സെറ്റിങ്സ് അല്ല, ഓപ്ഷൻ, സെറ്റിങ്സ് എന്ന് പറയും. എന്നിട്ട് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ യൂണിറ്റ്സിൽ പോയിട്ട് യൂണിറ്റ് ഏത് രീതിയിലാണെന്ന് നോക്കുക. ഇപ്പോൾ ഉള്ളത് മില്ലിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ഇതിലാണുള്ളത്. ഞാൻ വരയ്ക്കുന്നത് മില്ലിമീറ്ററിലായതുകൊണ്ട് ഇത് വെച്ച്. അതേപോലെ നമ്മൾ വരയ്ക്കണ ചിത്രത്തിൻ്റെ ഡയമെൻഷൻ ഏതാണോ അതിനനുസരിച്ച് യൂണിറ്റ് വയ്ക്കാം. എന്നിട്ട് അതിനുശേഷം ഗ്രിഡ് ആൻഡ് സ്നാപ്പിൽ പോവുക. ഇവിടെ ഗ്രിഡ്, ഡിസ്പ്ലേ ഗ്രിഡ് കൊടുക്കുക, ടിക്ക് ചെയ്ത് നോക്കുക. ഈ ബോക്സ് അൺടിക്ക് ആയിരിക്കും, അത് ടിക്ക് ചെയ്യുക. ഇത് ഞാനിവിടെ മേജർ ഗ്രിഡ് സ്പേസിങ് 50ഉം മൈനർ ലൈൻ പെർ മേജർ 10ഉം കൊടുത്തു. എന്നിട്ട് ഗോ ടു സിസ്റ്റം സ്നാപ്സി കയറിയ അവിടെ ഇതണ്ട, ഈ ഓപ്ഷൻ ഗ്രിഡ് ടിക്ക് വെച്ചിരിക്കണം, ഇത് അൺടിക്ക് ആയിരിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ഗ്രിഡ് വരും. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മില്ലിമീറ്ററും ഇതിനെ ഞാൻ 10 ആയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കാൻ കുറച്ചും കൂടി സൗകര്യമാവും. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഈ ചിത്രം എടുക്കുക. ആദ്യം നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. ഞാനിപ്പോൾ ഈ ബേസിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ബേസ് എത്രയാണ്? 20. അപ്പോൾ ഞാൻ ലൈൻ എടുത്തു. ബേസ് 20 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലൈൻ, ഇത്ര, ഇത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെൻട്രൽ ലൈൻ ആദ്യം ഇടാം. ഞാൻ എടുത്തു, സെൻട്രൽ ലൈൻ എടുത്തു. ഞാൻ ഇവിടുന്ന് ഒരു സെൻട്രൽ ലൈൻ വരച്ചു. ഇനി ഇതെടുത്തു, ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ക്ലിക്ക് ചെയ്തു. 5, 10, 15, 20. 10 അല്ലേ ഉള്ളൂ. 5, 10 വരച്ചു. ഞാൻ കുറച്ച് സൂം ചെയ്യാം. ഇനി റൈറ്റ് അടിക്കുക, സെലക്ട് കൊടുക്കുക, ഇതിൽ എസ്കേപ്പ് അടിക്കുക. 10 വരച്ചു. ഇനിയുള്ളതാ മുകളിലോട്ട് 20 എടുക്കുക. അപ്പോൾ ലൈൻ എടുത്തു, ഇവിടെ കൊടുത്തു. 5, 10, 15, 20 ക്ലിക്ക് ചെയ്തു, റൈറ്റ് അടിച്ചു, സെലക്ട് കൊടുത്തു. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം. അപ്പം നമുക്കറിയാം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 20 ആണ്, ഈ ഡിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 20 ഉണ്ട്, ഇവിടുന്ന് ഇവിടെ 10 ആണെങ്കിൽ ഈ 2 ഡിസ്റ്റൻസ് വരെ ടോട്ടൽ 20 ആയിരിക്കും. ഈ ഫുൾ ഡിസ്റ്റൻസ് 20, ഇവിടുന്ന് ഇവിടെ വരെ 10 ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പോർഷനും കൂടി കൂട്ടിയാൽ 10 ആയിരിക്കും. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ 5. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു അവിടുന്ന് 5 വരച്ചു. ഇനി മുകളിലോട്ട് 25. 5, 10, 15, 20, 25. ഇനി ഈ ഡിസ്റ്റൻസ് 50 ആണ്, ഈ ഫുൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 25. ഈ ഡിസ്റ്റൻസ് ഇത് 10 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 ഡിസ്റ്റൻസ് വരും. അപ്പോൾ നമുക്ക് 20 അറിയാം. 5, 10, 15, 20. ഇനി മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് 5.
ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5. ഇനി ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 50, 45, 50, താഴോട്ട് 5, ഇങ്ങോട്ട് 20, ഇത് 25, 5, 20, 10. നമ്മളെ ഡയഗ്രാം ഫിനിഷ് ആയി. ഇനി വേണേൽ മെഷർ ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് സ്മാർട്ട് ഡയമെൻഷൻസ് എടുത്തിട്ട് ഇങ്ങനെ മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി.